ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടൊരു ഐറ്റവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കപ്പക്കുള്ളി അല്ലെങ്കിൽ ചീനി ഉപ്പേരി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത് വെച്ചൊരു വെറൈറ്റി ഒരു റെസിപ്പിയാണ് ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതും എന്നാൽ അത്യധികം ടേസ്റ്റോടുകൂടിയുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു മസാല ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഈന്തപ്പഴം കുരുകളഞ്ഞ് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ എടുത്താൽ മതി. അതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് വിനാഗിരി, കുറച്ച് വെള്ളം ഒഴിച്ച് അതിനോടൊപ്പം തന്നെ അരമുറി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ച് നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഒരു പേസ്റ്റ് പരുവത്തിൽ ഈ മസാലയൊന്ന് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത മസാല നമ്മൾ നേരെ ചേർക്കുന്നത് ചീനി ഉപ്പേരിക്കകത്തോട്ടാണ്. അത് ഈ കൊള്ളിയായിട്ടുള്ള ഒരു ഉപ്പേരി ഉണ്ടല്ലോ, അത് ഏത് ആയിക്കോട്ടെ അതിനകത്തോട്ട് നമ്മൾ മുറുക്കിനകത്തോട്ടായാലും ഇതേ ഒരു മസാല ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ പൊള്ളി ടേസ്റ്റാണ് കേട്ടോ. നല്ല പ്രത്യേക ആ ഒരു ഈന്തപ്പഴത്തിൻ്റെയും ചീനി ഉപ്പേരിയുടെ എല്ലാം കൂടി ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ്. യൂട്യൂബിലൊക്കെ വൈറലായ ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ എൻ്റെ ഇളയ മോനെ കാണിച്ചിട്ട് കുറച്ച് ദിവസം കൊണ്ട് പറയുന്നത്, അമ്മച്ചി എനിക്കൊന്നും ഉണ്ടാക്കി തരുമോയെന്ന്. അപ്പോൾ ഈ വീഡിയോ ഞാൻ മോൻ്റെ ആവശ്യപ്രകാരം ഞാൻ ഉണ്ടാക്കിയതാണ്. പക്ഷേ അത് കഴിച്ച് നോക്കിയപ്പോൾ പൊള്ളി ടേസ്റ്റ് കേട്ടോ. സംഭവം കൊള്ളാമെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ.